ഒന്ന് ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ കടശി രാത്രികാലം എന്ന് പറയാം. നമ്മൾ വന്നു ചേർന്നു. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമുക്ക് പിന്നെയും കൃപ നൽകി. ഇതുവരെയും ദൈവത്തെ ആരാധിക്കുവാൻ ആത്മാവിലുള്ള ആരാധന എല്ലാം വെളിപ്പെട്ടു. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം നാം നോക്കുമ്പോൾ, ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അതിശയകരമായി ദൈവം നമ്മെ നടത്തി. ദൈവം നമുക്ക് വേണ്ട ദൂതുകൾ, അരുളപ്പാടുകൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ദൂതുകളും അരുളപ്പാടുകളും ആഴമായ വെളിപ്പാടുകളൊക്കെയാണ് നമുക്ക് ദൈവം നൽകി തന്നത്. എത്ര ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യ പാസ്റ്റേഴ്സ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും പ്രത്യേക വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ വന്നു ചേർന്ന ഹല്ലേലൂയ കഴിഞ്ഞ പകലും ദൈവവചനം ശുശ്രൂഷിച്ച അഭിഷക്തൻ അനീഷ് കൊല്ലം, കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വന്നവർക്കറിയാം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള എത്ര ആഴമായ ഒരു വെളിപ്പാടാണ് ദൈവം നമുക്ക് നൽകിയത്. പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മൾ എത്രത്തോളം ഹല്ലേലൂയ നമ്മൾ ഭയപ്പെട്ട് ആ വിശുദ്ധ ജീവിതം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഒക്കെ ജീവിക്കുവാൻ നമ്മൾ എത്രത്തോളം നമ്മൾ തീരുമാനമെടുക്കണമെന്നുള്ളതായ ആ വെളിപ്പാടൊക്കെ നമ്മൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ള നന്ദിയോട് നിറയുവാനിടയായി തീർന്നു. നമ്മൾ കേട്ടു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ അനീഷ് അവർക്കായി പിന്നെയും സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്, അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. തുടർന്നുള്ള എല്ലാ സമയവും കർത്താവിൻ്റെ ദാസന് കൈമാറുകയാണ്. ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല സന്ധ്യയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ അധ്യക്ഷൻ തോമസ് പാസ്റ്റർ ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിന്ന് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന, ഞാൻ വളരെ ബഹുമാനപുരസ്സരം കാണുന്ന, സ്നേഹിക്കുന്ന പ്രിയ എം.എ. വർഗീസ് അച്ചായൻ, മറ്റ് ദൈവദാസന്മാർ, സദസ്സിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കളെ എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വന്ദനം അറിയിക്കുകയാണ്. നിങ്ങളോടൊപ്പം കഴിഞ്ഞ പകലും ഈ സന്ധ്യയിലുമായിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് ഇട നൽകിയതിൽ ദൈവത്തിന് സ്തോത്രം. ക്ഷണിച്ചതിൽ കാണിച്ച സ്നേഹത്തിനും സൽക്കാരത്തിനുമൊക്കെ യേശുക്രിസ്തുവിലുള്ള നന്ദി അറിയിക്കുകയാണ്. കൊല്ലം കൊട്ടിയത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകൽ വായിച്ച വാക്യത്തെ ഒരിക്കൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കെല്ലാവർക്കും വേദപുസ്തകം തുറന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. കഴിഞ്ഞ പകലില്ലാത്തവരൊന്ന് കൈപോക്കാമോ? ഒരുപാട് പേരുണ്ട്. ഓക്കെ, എനിക്ക് വളരെ പ്രയാസമായിരിക്കും. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം. കാരണം പകൽ വന്നിട്ട് തന്നെ അവരെന്നോടൊപ്പം അത് ഗ്രഹിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ വാക്യം കേൾക്കുമ്പോൾ എളുപ്പമെന്ന് തോന്നിയാലും അത്ര എളുപ്പമുള്ള ഒരു വിഷയമല്ല. കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ശിഷ്യഗണങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും തീവ്രമായ വെളിപ്പാടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. ഇവിടെ പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പകൽ വന്നവർ ഒന്ന് ഉറക്കെ പറയാമോ? യേശു ഉള്ളതാണോ പോകുന്നതാണോ പ്രയോജനം? അതാണ്. അപ്പം രാത്രി മാത്രം വന്നവർ ഓർക്കുക, അവർ പറഞ്ഞത് കറക്റ്റാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ആകുമ്പം നിങ്ങൾ പകൽ വരാത്തവർ ആ വീഡിയോ ഇരുന്ന് കാണണം. അത് വളരെയേറെ പ്രാധാന്യതയുള്ളതാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊരു വെളിപ്പാട് ഈ തലമുറയിൽ ഓരോ പ്രിയപ്പെട്ടവർക്കും ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ആരാണ് എന്നതാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്.
അതായത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്, ഞാൻ പോകുന്നത് മഹാദൈവമായിട്ടാണ്. ഞാൻ മഹാദൈവമായി സ്വർഗത്തിലിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുന്നത് ഞാൻ മനുഷ്യനായി വന്ന സ്ഥലത്ത് സാക്ഷാൽ ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ബെനിഫിറ്റ്, നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ടിവിടെ ഭൂമിയിൽ അയച്ചു. ആ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഒരു ആത്മീയന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് അനുഭവിക്കാൻ കഴിയുന്നവർക്ക് അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ അഭിമാനത്തോടെ മാത്രം, കിട്ടാത്തവർ വളരെ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവുമായി ഒരു ആത്മബന്ധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പരാജയമായിരിക്കും. പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്ത വിശ്വാസി സാത്താൻ്റെ മടിത്തട്ടിലാണ്. അതുകൊണ്ട് അഭിഷേകമില്ലാത്തൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഏത് നിമിഷവും പട്ടുപോകും. നിങ്ങൾ നിത്യതയിൽ അണയുകയില്ല. അതുകൊണ്ട് ഓരോ ദൈവമക്കളും വളരെ ഗൗരവമായി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധത്തിനാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണെന്നുള്ളത് കഴിഞ്ഞ പകൽ പേരുകളിലൂടെ ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ്, നിത്യാത്മാവ്, സത്യാത്മാവ്. ഈ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിച്ച് പറയുമ്പോൾ ഓരോ ദൈവമക്കളും വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിനോട് അടുക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ഒരു ആത്മബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവുമായി ബന്ധമുണ്ടാകാൻ ഒരാത്മീയനിൽ കർത്താവ് പ്രതീക്ഷിക്കുന്ന ആത്മാബന്ധത്തിലേക്ക് വരാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കാത്തിരിക്കുക, ദാഹിക്കുക, ആഗ്രഹിക്കുക. ഈ 3 കാര്യം വ്യക്തിപരമായിട്ടാണ്. ഇന്ന് ആഗ്രഹം ഉണ്ടാകണം. അതാണ് ഞാൻ പകൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നാൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. യെരൂശലേം വിട്ടു പോകരുത്. അടുത്തത് പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്ന നിമിഷം വരെ. മാളികമുറി, കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ ആഴമെന്താന്ന് ഞാൻ പറയാം. മാളികമുറിക്കകത്ത് നിങ്ങൾ ഇരിക്കുകയാണ്, പക്ഷേ മാളികമുറിയുടെ പുറത്തുള്ളവരെ നിങ്ങൾക്കറിയത്തില്ല. എനിക്ക് നന്നായിട്ടറിയാം. മാളികമുറിയുടെ പുറത്തുള്ളവരാരാന്നറിയാമോ? എനിക്ക് ക്രൂശ് തന്നവരാണ്, എൻ്റെ അങ്കി പകുത്തെടുത്തവരാണ്, എൻ്റെ കന്നത്തടിച്ചവരാണ്, എൻ്റെ അങ്കി പകുത്തെടുത്തവരാണ്, എന്നെ ബെയൽസെബൂലെന്ന് വിളിച്ചവരാണ്, എന്നെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരാണ്, എനിക്ക് ക്രൂശ് തന്നവരാണ് പുറത്തുള്ളത്. എന്നോട് ഇവരിത്ര ക്രൂരമായിട്ട് ഇടപെട്ടാൽ നിങ്ങളോടും ഇവരിങ്ങനെ തന്നെ ഇടപെടും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിങ്ങൾക്ക് നിൽക്കാൻ നിങ്ങളുടെ കഴിവ് കൊണ്ടോ, കരുത്ത് കൊണ്ടോ, മിടുക്ക് കൊണ്ടോ, പ്രാപ്തി കൊണ്ടോ, പഠിപ്പ് കൊണ്ടോ, പണം കൊണ്ടോ, ആരോഗ്യം കൊണ്ടോ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നിങ്ങൾക്ക് അവരുടെ മുൻപിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചു തരുന്ന ദൂത് അതാണ്. നിങ്ങൾക്കിവിടെ ജയജീവിതം വേണോ? നിങ്ങൾക്കിവിടെ ജയകരമായി മുൻപോട്ട് പോകണോ? പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാതെ നിങ്ങൾക്കൊരു ചുവട് നടക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ടൊരു ആത്മീയൻ്റെ അകത്ത് വരേണ്ട ത്വര, ഓ റബല ഘട ജന ധര ജല ഭര. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, ജുഡറബല ഘടക ജന ധര ജല ജര വൈഷാരബത്ത രബച്ച കർബലം ജരാധികക്ഷ സന്ധനാദി വൈഡജ രഗടകൽക്കരാധ വൗഷ സന്ധർക്കരാദി ഉടകാരകടകച്ചരാധരാപരാക്ഷവർബലാധനാദി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ആ ഒരു ബന്ധം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വെളിപ്പാടിലാണ് പെന്തക്കോസ്തിൻ്റെ മാളികമുറിയിൽ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ പത്രോസിന് വേണ്ടി അവിടെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു പ്രോഗ്രാം ചാർട്ട് അവിടെ തയ്യാറായിട്ടില്ല. 10-ാം ദിവസം പരിശുദ്ധാത്മാവാണ് പത്രോസിനെ എഴുന്നേൽപ്പിച്ചത്. അല്ലാതെ ആദ്യത്തെ 2 പ്രാർത്ഥന 2 പേര് അവർ 5 മിനിറ്റ് ആശംസാ സന്ദേശമുണ്ട്, പിന്നെ ഇൻട്രൊഡക്ടറി സ്പീച്ച്
ഉണ്ട്. പിന്നെ ഇങ്ങനൊന്നും അവിടെ ഇല്ല. 10 ദിവസവും കൂടിയിരുന്ന് കരയുക. അവർ കരയുമ്പോൾ എൻ്റെ പ്രിയരെ, അവിടെ പരിശുദ്ധാത്മാവ് പത്രോസിനെ 11 പേരുടെ നടുവിലിടും. 120 പേരുണ്ട്. ആ 120 പേരുള്ള മാളിക മുറി ശരിക്കും 120 പേരല്ല യേശു ഉയർത്തെന്നറിഞ്ഞത്. 500-ലധികം പേർക്ക് അവൻ പ്രത്യക്ഷനായി. പക്ഷേ പെന്തക്കോസ്തിൻ്റെ മാളിക മുറി വരുമ്പോൾ 120 സംഖ്യയിലേക്ക് ഒതുങ്ങി. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഈ മീറ്റിംഗ് 10 ദിവസമായിട്ട് തുടരുമ്പോൾ തുടങ്ങിയപ്പോൾ 500 പേരിലധികം ഉണ്ടായിരിക്കും. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവരുടേതായ ജീവിത ചുറ്റുപാടിൽ ഇവർ മടങ്ങുമ്പോൾ 10ാം ദിവസം പരിശുദ്ധാത്മാവ് വരുമ്പം ഒരു 120 എന്ന കോർ മെമ്പേഴ്സിലേക്ക് എത്തി. അതിൽ 11 പേരുടെ നടുവിൽ പത്രോസ് എഴുന്നേറ്റെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പത്രോസിനെ എഴുന്നേൽപ്പിക്കുക. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് പത്രോസിനെ എഴുന്നേൽപ്പിച്ചു? പത്രോസ് മാത്രമേ എഴുന്നേൽക്കാൻ ഇവിടെ ഉള്ളോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 120 പേരിൽ ഏറ്റവും കരഞ്ഞിട്ടുള്ളത് പത്രോസ് തന്നെയാണ്. കാര്യം എന്താണെന്നറിയാമോ? ഈ വേദിയിൽ ഇരിക്കുമ്പോൾ തൻ്റെ പുറകോട്ടൊന്ന് നോക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾ മുൻപിലുണ്ട്, പരാജയങ്ങൾ ഒരുപാടുണ്ട്, നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. ഈ ശിഷ്യന്മാരുടെ നടുവിൽ തന്നെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തലുകൾ തനിക്ക് മുൻപിലുണ്ട്. യൂദയ്ക്ക് തുല്യനായി കുറ്റം ചെയ്തവനാണ്, അർഹതയില്ലെന്നുള്ള വാക്കുണ്ട്. അങ്ങനെ അയോഗ്യതകൾ മുൻപിൽ നിൽക്കുമ്പോൾ തനിക്കറിയാം ഇവരെക്കാൾ അധികം പത്രോസ് കരഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കർത്താവ് പറഞ്ഞ വാക്ക്, യെരൂശലേമിൻ്റെ നിങ്ങളിരിക്കുന്ന മാളികമുറിയുടെ പുറത്തുള്ളവരെ നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാമെന്ന് കർത്താവ് പറയുമ്പോൾ ഇതുപോലെ പരിചയം ഈ ശീമോനും ഉണ്ട്. കാരണം കർത്താവില്ലാത്ത രാത്രി പോയി തീ കായാൻ ഇരുന്നത് എവിടാണെന്നറിയാം. മാറി 3 ഇരുന്ന് 3 കർത്താവിനെ തള്ളിയെങ്കിൽ ശീമോൻ്റെ അകത്തുണ്ട് അവരുടെ വാക്ക് എത്രത്തോളം മൂർച്ചയുള്ളതാണ്. അവരുടെ വാക്കുകളുടെ മൂർച്ച അറിയാം, അവരുടെ ഇടപെടലുകൾ അറിയാം, അവരുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് ശീമോൻ മാളികയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാകാം, എന്തായിരിക്കാമെന്ന് ചിന്തിച്ചാൽ, കർത്താവേ, എനിക്ക് അവരുടെ നടുവിൽ നിൽക്കാൻ കഴിവോ കരുത്തോ മിടുക്കോ പോരാ, ഇവിടെ പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ എൻ്റെ ലൈഫിൽ ഉണ്ടാകണം. അങ്ങനെ കൂടുതൽ കരഞ്ഞവൻ്റെ മേൽ വ്യക്തിപരമായ അസാധാരണമായ ഒരു അഭിഷേകത്തോട് എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടാൻ കൂടുതൽ ദാഹിക്കുന്ന, കൂടുതൽ ആഗ്രഹിക്കുന്ന, കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായ ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുകയാണ്. അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുകയാണ്. അഭിഷേകത്തിൻ്റെ പകർച്ച വെളിപ്പെടുകയാണ്. ആത്മപകർച്ച വെളിപ്പെടട്ടെ. കൂടുതൽ കരയുന്നവൻ്റെ മേൽ, കൂടുതൽ നിലവിളിക്കുന്നവൻ്റെ മേൽ, ഏറ്റവും ഉടഞ്ഞവൻ്റെ മേൽ അസാധാരണമായ പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ആ ഒരു ആത്മതലത്തിലേക്ക് ജനമെത്തണം. പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധമുണ്ടാകണം. പരിശുദ്ധാത്മാവ് ദൈവമായി വന്നിരിക്കുക. ദൈവമായി വന്ന പരിശുദ്ധാത്മാവുമായി ഒരു പേഴ്സണൽ റിലേഷൻ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അങ്ങനെങ്കിൽ ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധമുണ്ടാകുക എന്നതാണ്. ഇപ്പം ഞാൻ പകൽ പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ. ഞാൻ വന്നത് മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി. പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവമായി. പരിശുദ്ധാത്മാവ് ദൈവമായി വരും. ഞാൻ പകൽ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും പരിശുദ്ധാത്മ വ്യക്തി എന്ന നിലയിലാണ്. എന്നാൽ ഇന്ന് ഞാൻ പെട്ടെന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം കൂടെ അതുകൂടെ പറഞ്ഞു തരുന്നത്. കാരണം ഇനി മേലാൽ പരിശുദ്ധാത്മാവിനെ മറ്റൊന്നിനോടും ഉപമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യൻസ് 1 കൊരിന്ത്യൻ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം 9-ഉം 10-ഉം വാക്യം 9 മുതൽ താഴോട്ട് വായിച്ചാട്ട്. കൊരിന്ത്യൻ ലേഖനം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നിർത്തി വായിച്ചോക്കോളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം,
ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വിസ്ഡം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകും. ആ ജ്ഞാനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എന്താ ഒരുക്കിയിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം ഓൾറെഡി പ്രിപ്പയർഡാ, ഒരുക്കി കഴിഞ്ഞു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു? ഒരുക്കിയിട്ടുണ്ട്, ഒരുക്കി കഴിഞ്ഞു. എന്തെല്ലാം ഒരുക്കി കഴിഞ്ഞു? മത്തായിയുടെ സുവിശേഷം, തിരിച്ചിവിടെ തന്നെ വരണം. മത്തായിയുടെ സുവിശേഷം 25:34 ദൈവം എന്തെല്ലാം ഒരുക്കി എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് വായിച്ചേ, എവിടെ വരെ എത്തിയെന്നറിയാം. 25:34 ഇടത്തും രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. അപ്പൊ ഈ രാജ്യം എപ്പോഴാ ഒരുക്കിയത്? ലോകസ്ഥാപനത്തിന്. ഈ രാജ്യം ഇതുവരെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ അക്ഷരിക അനുഭവത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, കടന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം പൂർവകാല നിത്യതയിൽ ഭാവികാല നിത്യത ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ നിങ്ങളത് ആ വെളിപ്പാടിലേക്ക് വരണം. ഭാവികാല നിത്യത പൂർവകാല നിത്യതയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അല്ലാതെ ഇനിയിപ്പം നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് രൂപപ്പെടുത്തുകയല്ല, ഓൾറെഡി ദൈവമെല്ലാം ഒരുക്കി കഴിഞ്ഞു. കാരണം ദൈവം നിത്യനാണ്, ദൈവം അനന്യനാണ്, ദൈവത്തിന് ഇന്നലകളില്ല, ദൈവത്തിന് നാളെയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിത്യനായ ദൈവം നമുക്ക് വേണ്ടി ഇനി നാം എത്താൻ പോകുന്ന നിത്യത വരെ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. നിത്യത വരെ ഒരുക്കി കഴിഞ്ഞെങ്കിൽ ബാക്കി ഇന്നിൻ്റെ അനുഭവങ്ങളൊക്കെ നാളെയെക്കുറിച്ച് നമ്മൾ ആകുലത്തോടെ കരുതുമ്പോൾ, ഭാരപ്പെടുമ്പോൾ അതിനൊന്നും ഇവിടെ യുക്തിപരമായ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. ഒരാത്മീയൻ അറിയേണ്ടത്, എനിക്ക് വേണ്ടി നിത്യത വരെ ഒരുക്കിയവനെയാണ് ഞാൻ സേവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് വേണ്ടി നിത്യത വരെ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഈ 2024 അവസാനം നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി 2025, 26, 27 എന്തെല്ലാം പദ്ധതികൾ വേണമോ അതെല്ലാം കൃത്യമായി പദ്ധതിയിൽ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഇനി ഒരുക്കിയിട്ടുള്ളത് കൊരിന്ത്യർ ലേഖനം 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇനി അടുത്തത് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അടുത്തത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ത്? 11 വാക്യം ഒന്ന് വായിച്ചു നോക്കി. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അടുത്തത് അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അടുത്തത് ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവം നമുക്ക് നൽകിയത്, ഒരുക്കിയതെല്ലാം ദൈവം എന്ത് ചെയ്ത് കഴിഞ്ഞു? നൽകി കഴിഞ്ഞു. ദൈവം ഒരുക്കിയതല്ല എന്ത് ചെയ്ത് കഴിഞ്ഞു? നൽകി കഴിഞ്ഞു. നമ്മളത് അറിഞ്ഞോ? അതാ ഗതികേട്. ഇന്നത്തെ ഗതികേട് അതാണ്. ദൈവം ഒരുക്കി കഴിഞ്ഞു, നൽകിയും കഴിഞ്ഞു. പക്ഷെ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഗ്രഹിച്ചിട്ടില്ല. അത് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ അതറിയാൻ പറ്റത്തില്ല. 10 വാക്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും കടന്നു വരിക. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ പദമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടു, ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. അതിന്റെ അർത്ഥം
ദൈവം നമ്മെക്കുറിച്ച് ഒരുക്കിയ, ദൈവം നമുക്ക് നൽകാൻ പോകുന്ന കൃത്യമായ പദ്ധതികളുടെ ആഴങ്ങൾ, രഹസ്യങ്ങൾ അറിയാവുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. പിടികിട്ടുന്നുണ്ടോ? അതായത് നിത്യത മുതൽ നിത്യത വരെ ഡിസൈൻ ചെയ്ത പരിശുദ്ധാത്മാവ് ഒരുവനെ നടത്താൻ തുടങ്ങിയാൽ അവൻ്റെ ബുദ്ധിയുടെ റേഞ്ച് എത്ര വലുതായിരിക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് ആരായുന്നു? എവിടെ ആരായുന്നു? ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ആരായുകയാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ആരായുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാനും നീയും സൃഷ്ടിക്കപ്പെട്ടത് ദൈവിക പദ്ധതി പ്രകാരമാണെങ്കിൽ നിൻ്റെ ഭാവി എന്താകണമെന്ന്, നീ ആരാകണമെന്ന്, നീ എങ്ങനെ പോകണമെന്നൊക്കെ കൃത്യമായ മാസ്റ്റർ പ്ലാനുള്ള ആളാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ദൈവാത്മാവുമായി ബന്ധമില്ലാത്തവർ റൂട്ട് തെറ്റുന്നത്. ദൈവാത്മാവുമായി ബന്ധമില്ലാത്തവരാണ് എന്തിനു പോകണമെന്നറിയാതെ കിടന്ന് പകച്ചോടുമ്പോൾ ഒരാത്മീയൻ ദൈവാത്മാവുമായി കണക്റ്റായി നിൽക്കുന്നവൻ, അവൻ പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരായുന്നു? എവിടെ? ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ കലവറ ആരായുന്നവൻ. ആരായുക എന്നത്, സെർച്ച് ചെയ്യുന്നത്, അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണെങ്കിൽ മനസ്സിലാക്കണം, കാറ്റിനോ തീക്കോ മഴയ്ക്കോ ഇല്ലാത്ത ഒരു പ്രത്യേക ഗുണം പരിശുദ്ധാത്മാവിനുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവുമായി ഇന്ന് രാത്രി ആത്മീയൻ ബന്ധപ്പെടണം. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. അപ്പോൾ ആരായിരുന്നു എന്ന പദത്തെ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചാട്ടെ. ഇങ്ങ് വാ, പിന്നെ ബൈബിൾ വായിക്കാം. ഇങ്ങ് എഴുന്നേറ്റ് വാ. ബൈബിൾ അവിടെ വെച്ചോ, ബൈബിൾ അവിടെ വെച്ചോ. ഇങ്ങ് വാ. ഇനി ഇതാ നമ്മുടെ പ്രതിനിധി കയറി വാ. ഇവിടെ നമ്മുടെ പ്രതിനിധിയായത് വരുമ്പോഴേ തന്നെ പേടിയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിനിധിയാണ്. ഞാൻ പകൽ നിങ്ങളില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, വ്യക്തിയാണ്. ഇത് നമ്മുടെ പ്രതിനിധി. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രതിനിധി. ഇത് മനുഷ്യൻ, ഇത് ദൈവം, ഇത് സൃഷ്ടി, ഇത് സൃഷ്ടാവ്. ഇവിടെയാണ് അറിയേണ്ടത് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിൽ പ്ലാൻ ചെയ്യുന്ന പദ്ധതികൾ, ഇദ്ദേഹത്തിൽ നടക്കാൻ പോകുന്ന പദ്ധതികൾ, പരിശുദ്ധാത്മാവ് നിത്യതയിൽ ഡിസൈൻ ചെയ്ത പദ്ധതികൾ ഇദ്ദേഹത്തിലേക്ക് കൺവേ ചെയ്താൽ പുള്ളിയുടെ നിലവാരം എന്തായിരിക്കും? നമുക്ക് പറ്റെന്താണെന്നറിയാമോ? ഈ പരിശുദ്ധാത്മാവുമായി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രവാചകന്മാരെ തേടി നടക്കുക. ഏതേലും പ്രവാചകനുണ്ടോ? പ്രവാചകനെ തേടി നടക്കുന്ന കാര്യം നിനക്ക് പരിശുദ്ധാത്മാവുമായി ബന്ധമില്ല. പരിശുദ്ധാത്മാവുമായി ബന്ധമുള്ളവനെ റൈറ്റ് ട്രാക്കിൽ കൊണ്ടുപോകാൻ ആളുണ്ട് ഇവിടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ബന്ധം വേണം. കാരണം ഈ കുഞ്ഞ് എവിടെ ജനിക്കണമെന്ന്, ഏത് കുടുംബത്തിൽ ഉണ്ടാകണമെന്ന്, ഏത് മാതാപിതാക്കൾക്ക് ലഭ്യമാകണമെന്ന്, ഏത് ഉദരത്തിൽ എപ്പോൾ ജനിക്കണമെന്ന് നിത്യതയിൽ ഡിസൈൻ ചെയ്ത പരിശുദ്ധാത്മാവ്. ഇയ്യോബ് 33:4 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇയ്യോബ് 33:4. ദൈവത്തിൻ്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തുരന്നു. ഇന്ന് രാത്രി ഓരോ വ്യക്തികളും സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്. പിടികിട്ടിയോ? എന്നെ സൃഷ്ടിച്ചത് പരിശുദ്ധാത്മാവാ. നിന്നെ സൃഷ്ടിച്ച പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തതാ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം. പണത്തിന് കരയാറുണ്ട്, ജോലിക്ക് കരയാറുണ്ട്, രോഗസൗഖ്യത്തിന് കരയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സൃഷ്ടിച്ച മാനുഫാക്ചറിങ് നടത്തിയ ആളുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എത്ര വലുതായിരിക്കും നിങ്ങളുടെ ജീവിതം. ഇന്ന് രാത്രി ആ വെളിപ്പാടിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. കാരണം പരിശുദ്ധാത്മാവാണ് സൃഷ്ടിച്ചതെങ്കിൽ സൃഷ്ടിച്ചവൻ കൂടെ ഉള്ളതിനോളം വരുമോ മറ്റെന്തും? നമ്മൾ വാങ്ങിയ മൊബൈലുകൾ, ആ മൊബൈലിൻ്റെ കമ്പനിക്കാർ അവരുടെ സർവീസ് സെൻ്റർ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ വാങ്ങാം. എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അവിടെ തന്നെ കൊടുക്കാം. കാരണം അവർ നിർമ്മിച്ചത് കൊണ്ട് അവർക്കറിയാം എവിടെ, എന്ത്, എങ്ങനെ തകരാറ് എങ്ങനെ പരിഹരിക്കാം. അങ്ങനെയാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ ആ ദൈവാത്മാവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ കേടൊന്നും ഇവിടെ വിഷയമല്ല. അവനാ നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ അവനുമായൊരു ബന്ധത്തിന് ഒരാഴമായ പ്രാർത്ഥന, ആഴമായ നിലവിളി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രി, ഓ റബ റബ നഗ ജല
പ്രാർത്ഥനയുടെ ശബ്ദമുയരണം, പ്രാർത്ഥനയുടെ ശബ്ദമുയരണം. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആഗ്രഹം അടിത്തറ അതാകട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി എനിക്ക് അങ്ങയെ വേണം. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഉൾത്തടത്തിൽ നൊന്ത് നേറി പ്രാർത്ഥിക്ക്. എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവേ, അവിടുത്തെ ബന്ധമാണ്. എന്നെ സൃഷ്ടിച്ച അങ്ങയുടെ സാമീപ്യമാണ്. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച വെളിപ്പെടുകയാണ്. ചില മാതാപിതാക്കളുടെ മേൽ, ചില തലമുറകളുടെ മേൽ അഭിഷേകത്തിന്റെ വലിയ പകർച്ച വെളിപ്പെടുക. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ പകർച്ച, പരിശുദ്ധാത്മാവുമായി ഒരു ആത്മബന്ധം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായിട്ടല്ലാതെ ഇവിടുന്ന് നീ മടങ്ങി പോകരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പ്രൈസ് ദി ലോർഡ്. സൃഷ്ടിച്ച പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം നമുക്കിന്നുണ്ടാകണം. ഈ ബന്ധം ഉണ്ടാകാനാ പ്രയാസം. പിടികിട്ടുന്നുണ്ടോ? ഈ ബന്ധം ഉണ്ടാകാനാ പ്രയാസം. ഇദ്ദേഹത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം സൃഷ്ടിച്ചവൻ കൂടുള്ള കാലത്തോളം ഇന്നിൻ്റെ പ്രശ്നമൊന്നും പ്രശ്നമല്ല. ഈ ഒരു ഓഫർ കിട്ടിയിട്ടും അക്സെപ്റ്റ് ചെയ്യാതെ ജാടയും കാണിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ വിശ്വാസികൾ ഓർത്തോണം, നിങ്ങൾ എത്ര ഗതികേടില്ലാന്ന് മനസ്സിലാക്കണം. സ്തോത്രം. പരിശുദ്ധാത്മാവുമായി ഒരു യാത്രയാണ് നമ്മളിവിടെ തുടരുന്നത്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ, അത് വളരെ ഗൗരവമായ കാര്യമാണ്. പരിശുദ്ധാത്മാവ് കാറ്റും തീയും മഴയുമെന്നൊക്കെ ഉള്ളിടത്ത് സംഭവിക്കുന്ന അപകടം ആരായുന്നു എന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിന് ഇവിടെ പ്രാധാന്യമില്ല. കാരണം തീ എങ്ങും ആരായുന്നില്ല, കാറ്റാരായുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് മുകളിലേക്കായിരിക്കും അതിൻ്റെ ഗ്രാഫ്. അതിന് പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധം നമുക്കുണ്ടാകണം. ഇവിടെ ഞാൻ ഒരു വാക്കൂടെ കടത്തി പറയുക. സൃഷ്ടിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ, അതാണ് നമ്മൾ ആ ജ്ഞാനത്തെ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധി എത്രയുണ്ടെന്നറിയാം, ആരോഗ്യസ്ഥിതി എത്രയുണ്ടെന്നറിയാം, കഴിവ് എത്രയുണ്ടെന്നറിയാം, കരുത്ത് എത്രയുണ്ടെന്നറിയാം, ഇവൻ ഇപ്പോൾ ജനിച്ച കുടുംബ പശ്ചാത്തലം എങ്ങനെയാണെന്നറിയാം. ആ എങ്ങനെയാണെന്നറിയാം എന്ന് പറയുമ്പോൾ, പക്ഷേ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിമിതി. എവിടെയൊക്കെ ഒരു പരിമിതി നമുക്കുണ്ട്. ആ പരിമിതിയാണ് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നത്. എവിടോ ഒരു പരിമിതി ഉണ്ട്. നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെ. റോസാപ്പൂവിനൊരു പരിമിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മുള്ളു ചവിട്ടി തന്നെയുണ്ട്. അതിൻ്റെ നല്ല പൂ തന്നെയാണ്, പക്ഷേ താമര നല്ലത് തന്നെയാണ്, പക്ഷേ ചെറിയ പരിമിതി. ഇത് ചേറിലാണ് വളരുന്നത്. കുതിര എന്ത് നല്ലതാണെന്നറിയാമോ? കുതിരയ്ക്ക് കൊമ്പില്ലെന്നുള്ളത് ഒരു വലിയ പരിമിതി തന്നെയാണ്. അട്ടയെ നോക്കിക്ക്, ഇത്രയും നല്ല ആ ഒരു ക്ലേസിങ് ഉള്ള സ്കിൻ ആർക്കുണ്ട്? പക്ഷെ ഒറ്റ കുഴപ്പമുള്ള, വെറുക്കുന്നതിന് കണ്ണില്ല. കണ്ണുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് റൂട്ടിൽ ഇത് പോയേനെ. ഇതിന് കണ്ണില്ല. നോക്ക്, പ്രപഞ്ചത്തിൽ ഇങ്ങനെയല്ല. നമുക്കും എവിടോ ഒരു ബലഹീനതയുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, പണം ഉണ്ടായിരുന്നെങ്കിൽ, സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ, കുടുംബം നല്ലതായിരുന്നെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ എവിടോ ഒരു പരിമിതി നമുക്കുണ്ട്. അതാണ് നമ്മളിങ്ങനെ ഒതുക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തരുന്നൊരു ഓഫർ എന്താണെന്നറിയാമോ? ഞാൻ കൂടിയിരിക്കാം. അതായത് നിനക്ക് എത്രയും പരിധി ഉണ്ടെന്ന് എനിക്കറിയാം, നിൻ്റെ കഴിവുകൾ എനിക്കറിയാം, നിൻ്റെ പരിമിതി എനിക്കറിയാം, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം. ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധത്തിന് തയ്യാറാകണേ. എന്ത് വില കൊടുത്തും പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായി ഒരാത്മബന്ധം ഇന്ന് രാത്രി ഉണ്ടാകണം. ഇന്ന് രാത്രി ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇതുവരെയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവേ, ഇന്ന് രാത്രി എന്നെ ഒന്ന് നിറയ്ക്കണേ, എൻ്റെ മേൽ അവിടുത്തെ കൃപ പകരണമേ.
ഇന്ന് രാത്രി ഏറ്റെടുക്കുക, അഭിഷേകം ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവുമായി അബന്ധമുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവുമായി അബന്ധമുണ്ടാകട്ടെ. ഓ റബബബ ഗമന ഗടകൾ കനാദി അത്തല ജഗൽ കനാദി ഗട്ടിയത് എത്രയുണ്ടെന്ന് അവൻ അറിയാം. നിന്റെ കഴിവുകൾ അവൻ അറിയാം. ഓ ഇന്ന് രാത്രി ഇന്ന് രാത്രി നിന്റെ പരിധിയെ പൊളിക്കുന്ന, നിന്റെ പരിമിതിയെ പൊളിക്കുന്ന, നിന്റെ പ്രാപ്തി അവൻ അറിയാം, നിന്റെ വാക്കുകൾ അവൻ അറിയാം. ഇന്ന് രാത്രി ആരൊക്കെ മാറ്റിയാലും മാറ്റി നിർത്താത്തവൻ ഈ രാത്രി ഇടപെടുക. ജുഡരഗടകൾ ഖനാദിബ ഉഷദ്ദര ഓ റബബബ ബബ 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 റബ രഗ രഗ വൈഡജല ഘടകൾ ഖനാദി. പരിധികൾ പൊളിയട്ടെ, പരിധികൾ പൊളിയട്ടെ. ചില ബ്രാക്കറ്റുകൾ പൊട്ടുക. മരണത്തിന്റെ രേഖകളെ ദൈവാത്മാവ് തിരുത്തുകയാണ്. തിരുത്തുക, തിരുത്തുക, തിരുത്തുക. ചില മരണരേഖകളെ ദൈവാത്മാവ് തിരുത്തുക. ജുഡരഗടകൾ ഖനാധരാധര വൈശരബബബഗമനഗടകൾ ഖനാദി അസ്തഗർ ധര ധര ധരം ധര ധബാര ശരബബബബബബബബ ധര 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 വിശരബബബബബ ഖബര ററററബബബ ജുഡാ രഗ 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 രഗ. പരിശുദ്ധാത്മാവുമായി കണക്റ്റ് ആകട്ടെ, കണക്റ്റ് ആകട്ടെ, കണക്റ്റ് ആകുക. ചിലർ കണക്റ്റ് ആകുക, ചിലർ കണക്റ്റ് ആകുന്നു, കണക്റ്റ് ആകുന്നു. നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരാത്മപകർച്ച ഈ രാത്രി നിന്റെ മേൽ വെളിപ്പെട്ടു വരികയാ. ഓ ഉടഞ്ഞുപോയ നിന്നെ പണിതെടുക്കുന്ന രാത്രിയായത്. ഉടഞ്ഞുപോയ നിന്നെ പണിതെടുക്കുക. വാക്കിന്റെ മുൻപിൽ ഉടഞ്ഞ, വാക്കുകളുടെ മുൻപിൽ ഉടഞ്ഞ നിന്നെ പണിതെടുക്കുന്ന രാത്രിയായത്. ഓ ഹോളി ഒരു വലിയ ദൈവ മഹത്വം ഇറങ്ങി വരിക. ഓ റബബബഗമന ഗടകൾ ഖനാദി. ഇവിടെ നീ ആരാധിക്കുമ്പോ തന്നെ ഭവനത്തിന്റെ അകത്ത് ചില വിടുതൽ നടക്കുന്നുണ്ട്. യെസ്, അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുക. നാവുകളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഇതുവരെ പറയാത്ത അന്യഭാഷ ഇന്ന് രാത്രി തലമുറകളുടെ മേൽ അസാധാരണമായ ഓ ഓ റബബബബബബബബബ ജുഡീലകൾ ഖനാദി കത്തുന്ന തീന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ. ഓ റിബിലി ഖർബറാജന ഉദാരകൾ ഖനമന സംഭരാദി അടകൾ ഖനറബബമന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങില്ലാതെ മടങ്ങില്ല.
ഹല്ലേലൂയ. നിന്റെ ബലഹീനത എത്ര വലുതാണെങ്കിലും ആ ബലഹീനതയെ കൃപ കൊണ്ടടയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. റോമാലേഖനം 8:26 വായിച്ച്. റോമർ 8:26. റോമർ 8:26. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം പ്രകടമാകും. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഓ പ്രൈസ് ഗോഡ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അടുത്തത് ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ കാറ്റിനില്ലാത്തൊരു ഗുണം പക്ഷപാതം ചെയ്യുന്നു. മഴയ്ക്കില്ലാത്തൊരു ഗുണം പക്ഷപാതം ചെയ്യുന്നു. പ്രാവിനില്ലാത്തൊരു ഗുണം പക്ഷപാതം ചെയ്യുന്നു. തീക്കില്ലാത്ത ഗുണം പക്ഷപാതം ചെയ്യുന്നു. എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കൂടിരുന്ന് പക്ഷപാതം ചെയ്യുക. നമ്മൾ ഈ തീ പോലെ ഇറങ്ങണേന്നൊക്കെ പറയുമ്പോൾ അപകടം എന്താണെന്ന് പിടികിട്ടിയോ? തീ പോലെ ഇറങ്ങിയ പവർ മാത്രമേ ഉള്ളൂ. ഇതല്ല, ഞാൻ ഇതിന്നൊക്കെ ഒരു ഉയർന്ന ലെവലായത്. ആസ് എ പേഴ്സൺ എൻ്റെ അരികിൽ വ്യക്തിയായി മാത്രമല്ല, വ്യക്തിത്വത്തോടെ. മനസ്സിലാകുന്നുണ്ടോ? കേവലം നമുക്കിതുവരെയുള്ള ബന്ധം, നമ്മളിതുവരെ ഉണ്ടായിരുന്നതൊരു പാട്ട്, അവസാനം നമ്മുടെ പാരമ്പര്യപ്രകാരം, ഞാൻ പകൽ പറഞ്ഞാണ്, ട്രഡീഷനിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അതാണ്. പാട്ട് പാടുന്നു, അവസാന സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യുന്നു, ഡ്രമ്മോ കീബോർഡോ വേഗത കൂട്ടുന്നു, നമ്മൾ ആഞ്ഞടിക്കുന്നു, അന്യഭാഷ പറയുന്നു, തീരുന്നു, പോകുന്നു. അപ്പോൾ കുറച്ചുപേര് മാത്രം ഈ പ്രവൃത്തിയിൽ ഭാഗവാക്കാകുന്നു, കുറച്ചുപേര് ഈ പ്രവൃത്തി ചെയ്യുന്നവരെ നോക്കുന്നു, വിലയിരുത്തുന്നു, അവരും പോകുന്നു. ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മൾ എല്ലാ പെന്തക്കോസ്ത് സഭകളും ഫോളോ ചെയ്യുന്നൊരു പാറ്റേണാണ്. പക്ഷേ അത് പൊളിയുന്നത് എവിടെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. വ്യക്തിത്വത്തോടെ വന്നു കഴിയുമ്പം ഒരു വ്യക്തിയുമായുള്ള ബന്ധം ഒരു പാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു വ്യക്തിയുമായുള്ള എൻ്റെ ബന്ധം ഒരു സ്റ്റാൻസ് 2 അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഗ്രാഫ് ഉയരുകയാണ്. മനസ്സിലാകുന്നുണ്ട്? എൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ വ്യക്തിയല്ല, മാത്രമല്ല വ്യക്തിത്വത്തോടുകൂടി എന്നോട് കൂടെ ഇരിക്കുന്ന വ്യക്തി. അവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്, വ്യക്തിത്വത്തോടുകൂടെ. ആ വ്യക്തിത്വം പ്രകടമാകുമ്പോഴാണ് നമുക്ക് ആഴമായും നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുക. തീക്ക് ഗുണമൊന്നുമില്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിൽ നിന്ന് കൂടെ ഉയരുക. അപ്പം നമ്മൾ ഉയരുന്ന ആ ലെവലെന്ന് പറയുമ്പം എൻ്റെ ബലഹീനത എന്താണെന്ന് അവനറിയാം. പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നും പോലും അല്ല, നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നാം അറിയാം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ചിലത് വിഡിത്തമാണ്. നമ്മുടെ പ്രാർത്ഥനയൊന്നും അതുപോലെ മേളിൽ കേൾക്കത്തുമില്ല, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. 2 വ്യക്തികൾ നമുക്ക് സദാ കൂടെ ഉണ്ട്. ഒരാൾ മേളിൽ എൻ്റെ പാരാക്ലിറ്റസ് ആണ്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വാദിക്കുന്നു. രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ നടന്ന് വാദിക്കുക. ആൾ ചെയ്യുന്ന കാര്യമാണ്, പുള്ളി തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതലോ എൻ്റെ ആരാധനയുടെ കൂടുതലോ വിശുദ്ധിയുടെ കൂടുതലോ ഒന്നുമല്ല, എൻ്റെ കൂടെ ഒരുവൻ നടക്കുക. ഡെയിലി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എപ്പോൾ പോയാലും എനിക്ക് വേണ്ടി സദാ ജാഗരിക്കുന്ന, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. നമ്മുടെ പല പ്രാർത്ഥനകൾ അതുപോലെ കേൾക്കുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ പല പ്രാർത്ഥനകളും മേളിലേക്ക് ചെല്ലുന്നത്, അവിടെ ചെന്നാൽ അതുപോലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മിക്കവരും കാണത്തില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ അതുപോലെ കേട്ടിരുന്നെങ്കിൽ 21 നടന്നു, 40 നടന്നതിനെന്നറിയാമോ? ഒരാൾ വരരുത്. എന്തോരം പ്രാർത്ഥനയായിരുന്നു. ഇതെല്ലാം കേട്ടിരുന്നെങ്കിൽ എന്തായേനെ? ഇവിടെ ഒരു പാർട്ടി കാണത്തേയില്ലായിരുന്നു. സത്യമല്ലേ? ഒരു പാർട്ടി കാണത്തേയില്ല, ഒരു പാർട്ടി തന്നെ ഇല്ലാതായനെ.
ചില സ്റ്റേറ്റിൽ ഭരണാധികാരികൾ ഇല്ലാതായിപ്പോയി. കാരണം നമ്മുടെ പ്രാർത്ഥന അമ്മാതി പ്രാർത്ഥനയാണ്. ചില വാക്കുകളൊക്കെ സന്ദർശിക്കണമെന്നാണെങ്കിലും അതിൻ്റെ ശരിയായ ഇൻ്റർപ്രിട്ടേഷൻ നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അത് പുറത്തു അടുത്തിരിക്കുന്ന ആളോട് പോലും പറയാൻ പറ്റാത്തതാണ്. അത് അതുപോലെ കേട്ടിരുന്നെങ്കിലോ. ഏതാ ചിലരെ നോക്കി നമ്മൾ കർത്താവിനെ സന്ദർശിക്കണേ, ഉദ്ദേശം അകത്തിരിക്കുക. പോകുന്ന പോക്കിൽ അണലിക കൊത്തണം, കൊത്തിക്കഴിഞ്ഞു അവൻ ഓടണം, ഓടുമ്പോൾ ടിപ്പർ പിടിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങായും തലേ വീഴണം, അത് കഴിഞ്ഞിട്ട് തളർന്ന് കിടക്കണം, അനങ്ങാൻ പറ്റാതെ കിടക്കണം, എന്നെ വിളിക്കണം, പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, അപ്പോൾ എന്നോട് ക്ഷമ പറയണം, ഞാൻ ആരാണെന്ന് അവർ തന്നെ പറയണം, അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കണം. ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്നൊരു പേരാണ് സന്ദർശിക്കുന്നത്. പിന്നെ അടുത്ത കാര്യമാണ് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണേ. ഇതിൻ്റെ വേറൊന്ന് തന്നെ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള, ഇത് നമ്മൾ ഇവിടുന്ന് എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് പോകത്തില്ല. ഞാനതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഫിൽട്ടർ ചെയ്താൽ പോകുന്നത്. ഇതിൻ്റെ കാരണം എത്രയോ പ്രാർത്ഥനകൾ മരിക്കണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പോലും കേട്ടിട്ടില്ല. എടുത്തിയാടി എടുക്കണമെന്ന് പ്രാർത്ഥിച്ച പലരുണ്ട്. എനിക്ക് മതിയായി കർത്താവ്, എനിക്ക് മതിയായി. അങ്ങനെ പോലും കർത്താവ് കേട്ടിരുന്നെങ്കിൽ ഇവിടെ ആളും കുറഞ്ഞേനെ. ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഇടപെടൽ കണ്ട്. കാര്യം ഈ വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കും സന്തോഷം തോന്നി, ഉപദേശിമാർക്ക് വേണ്ടി ചിലയിടത്തൊന്നും പ്രാർത്ഥിക്കാനും ഉപദേശിമാരുടെ പേര് പറയാറേ ഇല്ല. ഗസ്റ്റിൻ്റെ കാര്യമല്ല കേട്ടോ, നിങ്ങളെ നടത്തുന്നവരെ. അപ്പോൾ ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പനി വന്നാൽ വരണം, ചുമ വന്നാൽ വരണം, കല്യാണം വന്നാൽ വരണം, ഇതിനെല്ലാം അവർ വീട്ടിൽ വരണം. ഇവർക്ക് പനി വന്നാൽ നിങ്ങൾ വരുമോ? ഇല്ല, വരത്തില്ല. ഇവിടുന്ന് പാസ്റ്റർക്ക് വൈറൽ ഫീവറാ, ഞങ്ങൾ പോകുന്നില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങൾക്ക് വൈറൽ ഡെങ്കു വന്നാലും പാസ്റ്റർ കയറി വരണം. പാവത്തിന് പിടിക്കുമെന്നൊന്നും പിണങ്ങി എന്നോടല്ലേ. അതാ. അപ്പോൾ അതങ്ങനെ അയ്യോ എത്രയോ എന്നറിയാമോ, നിങ്ങൾ തുമ്മിയാ വരെ വരണം. എന്നാൽ ആ പാവപ്പെട്ടവൻ ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് മക്കൾക്ക് പിള്ളേർക്ക് അങ്ങോട്ട് അവരുടെ സാലറി വളരെ കുറവാണ്, പക്ഷേ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ഈ ഒരു മാസത്തെ ഒരു ചെറിയ ഇതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നത്. അവർക്കാണെങ്കിൽ അവരിങ്ങോട്ട് ഇപ്പോഴും അങ്ങോട്ട് US പോയതല്ലേ ഉള്ളൂ. അവർക്കവിടെ കിട്ടുന്ന ഒന്നും തികയുന്നില്ല. എത്ര ഉണ്ട്? 2 പേർക്കും കൂടെ 10-20 ലക്ഷം രൂപ ഉണ്ട്, എന്നാലും പോരാ. സത്യമാണേ, നിങ്ങളുടെ മക്കളൊക്കെ വാങ്ങുന്ന സാലറി തൃപ്തിയല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ. സത്യമല്ലേ? നിങ്ങളുടെ ഉപദേശിക്ക് എത്ര ഉണ്ട്? ഇല്ല. അതാരും ചിന്തിക്കത്തില്ല. അതൊക്കെ നോക്കണം. അത് നോക്കണം ഉണ്ടോ, പുള്ളിക്കുണ്ടോ? പാവപ്പെട്ടവർ നിങ്ങളുടെ മക്കളുടെ വേണ്ട നിങ്ങളുടെ പെൻഷൻ്റെ പാതി പോലും ഇല്ലാത്ത ഉപദേശിയാ. ഒരു സ്തോത്രം ഒന്ന് അതന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെയാ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉപദേശിമാർ പലപ്പോഴും തോന്നിപ്പോകുന്നേ കർത്താവെ മതിയെന്ന്. ഇതൊക്കെ കേട്ടിരുന്നെങ്കിലോ. അതാ ദൈവം പലതും ഫിൽട്ടർ ചെയ്തേ അവിടെ എടുക്കുകയുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നാമത് കോടാലിയും കൊണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ കോടാലി മെയിനാണ്. ഫലമില്ലാത്തതിനെല്ലാം വെട്ടാൻ നിൽക്കുക. അങ്ങനെ വെട്ടാൻ നിൽക്കുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ജീവിതവും സ്വഭാവത്തിൻ്റെ ക്രമീകരണം കാണുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാക്ക് വെട്ടി അങ്ങ് തീർത്താലെന്താ ഇതിനെ. അപ്പോഴേക്കും അവിടെ കോടതിയിലേക്ക് ഭൂമിയിൽ നിന്ന് റെക്കമെൻഡേഷൻ വരുന്നു. പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുക. പിതാവെ വിട്ടേര്, പാവമാണ്, ഞാൻ കൂടിരുന്ന് ശരിയാക്കിക്കോളാം, ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞാൻ പറഞ്ഞ് റെഡിയാക്കാം. ഇന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക്, ഇന്ന് ചിലപ്പോൾ വചനത്തിൻ്റെ മുമ്പിൽ റെഡിയാകും. കാര്യം ഞാൻ ഇന്ന് റെഡിയാക്കാം, വെട്ടരുത്, മാറ്റിവിട്. അപ്പോൾ അവിടെ അടുത്താൾ അവിടെ നിന്നോട്ട് പറഞ്ഞു യുവർ ഓണർ നിരപരാധിയാ, വിട്ടേരെ. രണ്ടിടത്ത് ഒരേപോലെ ഇത് പിടികിട്ടിയോ? ഇതിലൊരാളെ നമ്മൾ അംഗീകരിക്കുന്നു, അടുത്ത ആളെ ഉൾക്കൊള്ളുന്നില്ല. പുള്ളിയെ നമുക്ക് മനസ്സിലാക്കാതെ കാറ്റും തീയും മഴയും എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കൊരു വ്യക്തിയായി കൂടെ കൂട്ടിക്കോണേ. നിനക്ക് വേണ്ടി നിൻ്റെ ബലഹീനത അറിഞ്ഞ് സദാ പക്ഷപാതം ചെയ്യുന്ന, നിൻ്റെ അറിവിൻ്റെ ബലഹീനത, നിൻ്റെ പ്രാർത്ഥനയുടെ ബലഹീനത, നിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനത, എവിടൊക്കെ നിനക്ക് കുറവുണ്ടെന്ന് അവൻ അറിഞ്ഞ് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി എവിടെ നിന്ന് ജാഗരിക്കുന്ന, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവുമായി ഒരാത്മബന്ധം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവുമായി ഒരു ആത്മബന്ധം ഇന്ന് നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. പരിശുദ്ധാത്മാവ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൂടെ ഒന്ന് അറിയണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൂടെ ഒന്ന് അറിഞ്ഞാലേ, ഞാൻ വ്യക്തിത്വം ഇനി പറയുന്നില്ല, ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ശക്തിയും കൂടെ ഒന്ന് പറയാം. എന്തിനാണെന്നറിയാമോ? ഈ ബലഹീനത
നമ്മുടെ ബലഹീനതയൊക്കെ അറിഞ്ഞ് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടണം, നാം നടത്തപ്പെടണം. ഇന്ന് നമുക്കുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന അതാണ്, പരിശുദ്ധാത്മാവുമായൊരു ആത്മബന്ധം. നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നൊക്കെ പറയുമല്ലോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ മീനിങ് നമ്മളൊന്ന് അറിയണ്ടേ. മോനെ ഒന്നുകൂടെ ഒന്ന് വന്നേ, ഇതാ വരുന്നു, കേട്ടോണേ. ഞങ്ങൾ 2 വ്യക്തികളാണ്. ഈ വ്യക്തിയിൽ എനിക്കെങ്ങനെ നിറയാൻ പറ്റും? നമ്മളങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്നത്. നിറവെന്ന് പറയുമ്പം വെള്ളം വന്ന് നിറയുന്ന പോലെ നിറയുക. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പ്ലരു എൻ ന്യൂമ. എഫെസ്യ ലേഖനം 5:16-18 വായിക്കുന്ന അങ്ങനെ, ആത്മാവ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറയുക. നിറവെന്ന വാക്കിന് പ്ലരോമ, ഇവിടെ വായിക്കുന്ന ആത്മാവ് നിറയുക, പ്ലരു എൻ ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിറയുക. വെള്ളം നിറയുന്ന പോലെ നിറയുന്ന ഒരു അനുഭവമല്ല. എന്താണെന്ന് പറയട്ടെ. ഈ പ്ലരു എൻ ന്യൂമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാണ്. ഇപ്പോൾ ഒരു കുഴപ്പം എന്നാണെന്നറിയാമോ? ഇവൻ്റെ ബുദ്ധി പ്രോപ്പർലി വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? വർക്ക് ചെയ്തിട്ടും പ്രയോജനമില്ല. ഇവനിപ്പം പോകാൻ പറ്റുകയില്ല, എൻ്റെ കയ്യിലാണ് ഇവൻ്റെ ആഗ്രഹമൊന്നും വർക്ക് ചെയ്യത്തില്ല. കാര്യം എൻ്റെ കയ്യിലാണ് ഇവൻ്റെ ആഗ്രഹത്തിന് പറ്റത്തില്ല. ഇവനെ വിടാൻ പറ്റും, പോകാൻ പറ്റില്ല. ഇവനെ ആഗ്രഹിക്കാനേ പറ്റൂ, പക്ഷേ ഇപ്പം എൻ്റെ പിടിയില്ല. ഇതാ ശരിക്കും പരിശുദ്ധാത്മ നിറവ്. നമ്മൾ ഈ നിറവെന്നൊന്നും പറഞ്ഞ നിറവല്ല, ഇതാ നിറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവൻ്റെ ആഗ്രഹമോ ഇവൻ്റെ കഴിവോ കരുത്തോ ഒന്നും വർക്കല്ല. ഇവൻ്റെ 100% എൻ്റെ കൺട്രോളിലാണ്. എനിക്കിഷ്ടമുള്ളിടത്തോട്ട് കൊണ്ടുപോകാം, എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകാം. ഇവൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് എൻ്റെ ആഗ്രഹത്തിന് പ്രയോറിറ്റി. ഇവിടെ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? വികാരനിർഭരമായ പ്രസംഗം എഫെസോസിലെ ലീഡേഴ്സിനോട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ അരക്കച്ചറുടമയെ പിടിക്കും, ബന്ധിക്കും. ഇതൊക്കെ പുള്ളി അറിഞ്ഞു. ആ വാക്ക് കേട്ടിട്ട് പറയുന്നു, എനിക്കറിയാം യെരൂശലേമിൽ കഷ്ടമുണ്ടെന്ന്, പക്ഷേ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ. ഇതാ പിടികിട്ടിയോ? ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി പോവുക. എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ സെറിബെല്ലം മൊഡിലായി വിളങ്കട്ടയൊക്കെ ഇപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോളിൽ. എവിടെയാണ് ഒരു ആത്മീയൻ മനസ്സിലാക്കേണ്ടത്? 2 കയ്യടി കൊണ്ട് തീരുന്നതല്ല, കേവലം ഒരു അന്യഭാഷ കൊണ്ട് തീരുന്നതല്ല. 24 മണിക്കൂറും 365 ദിവസവും പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ട് നടക്കണം. ഇതാണൊരു സ്പിരിച്വൽ ലൈഫ്. പിടികിട്ടിയോ? ഇങ്ങനൊരു അനുഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിശാച് ഈ വെളിപ്പാടിലേക്ക് എത്തിക്കാതിരിക്കാനാ കാറ്റും തീയും മഴയും പ്രാവും എണ്ണയൊക്കെ കയറ്റിവിട്ട് പരിശുദ്ധാത്മാവിൻ്റെ റെവലേഷൻ കളയുക. എന്തിനാണെന്നറിയാമോ? പറയാം. പരിശുദ്ധാത്മാവിനെ എന്തിനാ തന്നത്? യോഹന്നാൻ 14:16 പറയുന്ന പദം കഴിഞ്ഞ പകൽ ഞാൻ വായിച്ചു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. പിതാവിനോട് എന്ത്? അവൻ അല്ല, മതി. എന്താ ചോദിക്കുന്നത്? 17:15 വായിക്കുക. യോഹന്നാൻ 17:15 ചോദിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? പിതാവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ കർത്താവ് പിതാവിനോട് അപേക്ഷിച്ചത് എന്താണെന്നറിയാമോ? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എന്ത് ചെയ്യണം? അവരെ കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം. കാരണം ഇവരെന്തിനുള്ളതാ? നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാ. കർത്താവ് ജീവൻ തന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് എന്തിനാണെന്നറിയാമോ? നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യാത്രയിൽ നമുക്കൊരാൾ വേണം. കാരണം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം പിശാചിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ, സാത്താന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ നമ്മെ കാക്കാൻ കെൽപ്പുള്ള ആൾ ആരാണ്? പരിശുദ്ധാത്മാവ്. ഞാൻ ആ വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. 2 വഴി നമുക്ക് മുൻപിലുണ്ട്. ഒന്ന് നരകത്തിൽ, മറ്റൊന്ന് സ്വർഗത്തിൽ. നരകത്തിലേക്കുള്ള വഴി വിശാലമാണ്. ആ വഴി വിശാലമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് എക്സ്പ്രസ് ഹൈവേ ആണ്. ക്യാമറയില്ല, ഹമ്പില്ല, ഡിപ്പില്ല, സ്പീഡ് ലിമിറ്റ് ഇല്ല. ആൾ കൂടുതൽ അതിലെയാ. റോൾസ് റോയ്സിൽ പോകുന്നു പ്രധാന ധനവാൻ.
തൊട്ടുപുറകെ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന ഭരണാധികാരികളാണ്, കേരളത്തിലെ ഭരണാധികാരികളാണ്, സാംസ്കാരിക നേതാക്കന്മാരാ, കലാകാരന്മാരാ. എല്ലാവരും ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, ഇടുക്കോ ഞെരുക്കോ ഉള്ള, അതിൽ ശരിക്കും ടാറിങ് പോലും ഇല്ല, കല്ലും മുള്ളും ഒക്കെ ഉള്ളൂ, ശരിയായ പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞെരുക്കമാണ്, ഇതിലങ്ങോട്ട് കയറാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ വീട് അടിപൊളിയാണ് കേട്ടോ, ഇതിന് വീട് അടിപൊളിയാണ്. മറ്റേത് വീടില്ല, മറ്റേ റോഡ് നല്ല റോഡാണ്, അത് റോഡ് മാത്രം പണിതിട്ടിരിക്കുക. കാര്യം അവിടോട്ടുള്ള യാത്രയ്ക്ക് ആൾ കൂടുതൽ വേണം, അതിന് റോഡ് മാത്രമുള്ള നേരെ ഡെഡ് എൻഡാ, വീഴുക കുഴിയിലോട്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ പണിതവർ ചെയ്തൊരു മാസ്റ്റർ പ്ലാനാണ്. ഇവിടെ ഈ റോഡിൻ്റെ ചെറിയൊരു ഞെരുക്കം വെച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാം കൂടി ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലണ്ട. നമുക്ക് മുമ്പ് രണ്ട് വഴിയാണ്. കൂടുതലും അപ്പുറത്തൂടെ പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്തും ഒരു വിങ്ങലുണ്ട്, അതിൽ പോയാൽ തന്നെയാണ്. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകണം, വീട് നല്ല ഭംഗിയാണ്, അങ്ങോട്ട് കയറാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ കയറാൻ തുടങ്ങുമ്പോൾ നമുക്ക് പറ്റാതെ വരുന്നത് എന്താണെന്നറിയാമോ? ഇത് ഞെരുക്കവും ഇടുക്കവുമാണ്. സ്വയമേ പോക്ക് നടക്കുകയില്ല, സ്വയമേ പോക്ക് നടക്കത്തില്ല. കാരണം ഈ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അറിയാതെ നമ്മെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുക, സാത്താൻ നമ്മെ വല്ലാതെ ആകർഷിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള പലതും കുടുങ്ങി ആ ട്രാക്കിൽ കയറി അങ്ങോട്ട് വീണുകൊണ്ടിരിക്കുക. കാരണം അവർ ഞെരുക്കമാണ് ശ്രദ്ധിക്കുന്നത്, അവർ നോക്കുന്നത് ഇടുക്കമാണ്. എന്നാൽ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത്, ഈ പാത പിന്നിടാൻ നിനക്ക് വേണ്ടത് ഒരു കരുത്തനായ സഹായിയാണ്. അവൻ മാത്രം നിന്നെ ഇതിലെ നടത്തത്തുള്ളൂ. നിന്റെ ബുദ്ധിയും കഴിവും കരുത്തും മറികടന്ന് നിന്നെ പൂർണ്ണമായി പിടിച്ച് നടത്താൻ അവന് കഴിയൂ. അവനുമായി കണക്റ്റ് ആകാതെ ഇവിടുന്ന് പോകുകയില്ല. ഇവിടുന്ന് ഈ യാത്ര ആ കരുത്തൻ്റെ കൂടെ അല്ലാതെ പറ്റുകയില്ല. അതിൻ്റെ കാരണം പ്രിയരെ, ബുദ്ധി കൊണ്ടൊന്നും കയറാൻ പറ്റുകയില്ല. കാരണം നമ്മൾ അപ്പുറത്തോട്ട് ശ്രദ്ധിക്കും, ചാടി അപ്പുറത്ത് പോകും. എന്നും സാത്താൻ്റെ കുതന്ത്രം അതാണ്, നമ്മെ മോഹിപ്പിച്ച് ട്രാക്ക് മാറ്റുമ്പോൾ. കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടോ, ദുഷ്ടൻ്റെ കയ്യിൽ അവരകപ്പെടാതെ അവരെ കാക്കണം. ഈ ഒരു നിയോഗം ആ പരിശുദ്ധാത്മാവിന് കൊടുത്തതെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ നീ പൂർണ്ണമായി പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നിന്റെ 100% പരിശുദ്ധാത്മാവിൻ്റെ കൈപ്പിടിയിൽ അമർന്നാൽ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്ന വാക്കുണ്ടോ, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു. കാരണം എൻ്റെ ബുദ്ധി പോലും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ 100% ആരാ നിയന്ത്രിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളുടെ ബുദ്ധിയെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കേണ്ട ഡിസിഷൻ എല്ലാം ഹോളി സ്പിരിറ്റ് കൺട്രോൾ ചെയ്യണം. നമ്മളിതുവരെ കൈ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നാക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് 100% പരിശുദ്ധാത്മാവിന് അവൈലബിളായിരിക്കുന്ന യുവത്വത്തെയാണ്. ഈ തലമുറയിൽ അഭിഷിക്തന്മാർ 100% ആത്മാവിൽ നിയന്ത്രിക്കുന്നവരാകട്ടെ. കാരണം അങ്ങനെ വരുമ്പോഴാണ് അവർ ക്രിസ്തുവിൻ്റെ മനസ്സ് ലോകത്തിന് വെളിപ്പെടുത്താൻ തുടങ്ങും. ഈ തലമുറയിൽ ദൈവം തേടുന്നത് ദൈവത്തിൻ്റെ നാവാകാൻ, ദൈവത്തിൻ്റെ നാവാകാൻ ഒരു കൂട്ടത്തെ തേടുന്നുണ്ട്. ദൈവത്തിൻ്റെ നാവാകണമെങ്കിൽ നിന്റെ ബുദ്ധി ദൈവത്തിൻ്റെ കയ്യിലാകണം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഇന്ന് രാത്രി ആത്മാവാം ദൈവം നമ്മെ നിയന്ത്രിക്കട്ടെ. നമ്മുടെ ബുദ്ധിയുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കണം. ഫിലിപ്പോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്ന്, 60 മൈൽ കൊണ്ടുപോയി. അതിൻ്റെ അർത്ഥം ഫിലിപ്പോസിൻ്റെ 100% പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണ്. ഈ തലമുറയിൽ എന്തുകൊണ്ട് ദൈവത്തിന് വൻകാര്യം ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെയാണ് അതിൻ്റെ മറുപടി. നമ്മുടെ 100% ഇതുവരെ പരിശുദ്ധാത്മാവിന് കിട്ടിയിട്ടില്ല. നമ്മളൊരു 2 മണിക്കൂർ മീറ്റിംഗ് എങ്കിൽ 10 മിനിറ്റത്തെ പാട്ട് കിട്ടും, പിന്നെ നമ്മളെ കിട്ടത്തില്ല. ഇവിടെ
ഒരു 2 മണിക്കൂറല്ല, ഒരു ദിവസം 24 അതിൽ 2 മണിക്കൂർ കിട്ടിയാൽ പോരാ കേട്ടോ. 24 മണിക്കൂറും നിന്നെ ആത്മാവ് നിയന്ത്രിക്കണം. ഞാൻ ഈ പ്രസംഗം ഇന്ന് പറയുന്നത് ഈ ആശീർവാദം കഴിയുന്നത് കൊണ്ട് തീരാനല്ല, ഇത് കഴിയുമ്പോഴും തുടരണം. ഇന്ന് രാത്രി വീട്ടിൽ പോയാലും ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടണം. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കണം. ഇന്ന് വീട്ടിൽ ചെന്നാലും നിങ്ങൾ വചനത്തിലൂടെ ദൈവം സംസാരിക്കണം. രാത്രി ഉറങ്ങുമ്പോഴും ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടണം. അങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഒരു ആത്മീകൻ എത്തിയാൽ അവൻ പ്രതികൂലത്തിൻ്റെ മീതയാണ്, അവൻ പ്രതിസന്ധിക്ക് മീതയാണ്, പൈശാചികതയ്ക്ക് മീതയാണ്, അവൻ അന്ധകാര മണ്ഡലങ്ങളുടെ അടിത്തറകൾ ഇളക്കാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കണേ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കണം. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ചെയ്ത കാര്യം എന്താ? 2 തെസ്സലോനിക്ക ലേഖനം 2:7 ഒന്ന് ശ്രദ്ധിച്ചു. ഈ വാക്യത്തിൻ്റെ ആ പ്രവൃത്തി കാണാം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കാൻ പ്രാർത്ഥിച്ചല്ലോ. അതിൻ്റെ മറുപടി വായിച്ചോളൂ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ആൻറ്റി ക്രൈസ്റ്റ്, അധർമ്മമൂർത്തി. ആൻറ്റി ക്രൈസ്റ്റ് എന്ന അധർമ്മമൂർത്തി വെളിപ്പെടാതെ നിൽക്കുക. സാത്താൻ്റെ മാനിഫെസ്റ്റേഷൻ, സാത്താൻ മനുഷ്യനായി വരാൻ പോകുകയാ. അതാണ് അധർമ്മമൂർത്തി, ആൻറ്റി ക്രൈസ്റ്റ്. ആൻറ്റി ക്രൈസ്റ്റ് ഇതുവരെ നമ്മൾ കണ്ട ഈ പിശാചികളൊക്കെ സാധാ പിശാചികളാണ്. നമ്മൾ ഇന്നിവിടെ കാണുന്ന മാടൻ, മറുത, യക്ഷി, അറുകുല എന്നൊക്കെ പറയുന്നൊക്കെ പാവപ്പെട്ട പിശാചികളാണ്. അതുങ്ങൾ ഓരോ ലോക്കലിൽ അറിയപ്പെടുന്നവരാ. ലോക്കലിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ സ്ഥലം, ആറ്റുകാൽ അവിടെ മാത്രം, പിന്നെ ചക്കുളത്ത് കാവ് അവിടെ മാത്രം, പുതിയ കാവ് അവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ലോക്കലിൽ പേരിൽ അറിയപ്പെടുന്ന. യൂണിവേഴ്സലായ പുള്ളി കിട്ടിയിട്ടില്ല, എൻട്രി പാസും കിട്ടിയിട്ടില്ല. പുള്ളി ഡ്രസ്സൊക്കെ ചെയ്ത് വെയിറ്റിംഗ് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇതുവരെ യൂണിവേഴ്സലായ സാത്താൻ്റെ മെയിൻ ആൾ ഇതുവരെ വന്നിട്ടില്ല. പുള്ളിയാണ് യൂണിവേഴ്സൽ സാത്താൻ. പുള്ളി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, ഞാൻ എപ്പോൾ കയറണമെന്നും പറഞ്ഞ്. പുള്ളി വരുന്നത് മനുഷ്യനായിട്ടാണ്. പുള്ളി മനുഷ്യനായിട്ട് വരാൻ നിൽക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ലോക്കൽ പിശാചിക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ അവൻ്റെ കൂടെ മനുഷ്യരും ഉണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ ചോദ്യം, എടാ പിശാചൻ, നീ എന്താ വരാത്തത്? കാര്യം എന്താണെന്നറിയാമോ? ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുൻപ് നമ്മൾ ഇവിടുന്ന് പോകും. അതാ എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ആവേശവും. കാരണം ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് സഭ ഇവിടുന്ന് പോകും. അങ്ങനൊരു പ്രതീക്ഷ വേണം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ നിൽക്കണം. സ്നാനപ്പെടാത്തവരൊന്നും പോകുകയില്ല. സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ സ്നാനമുണ്ട്, ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനമെടുക്കാത്തൊരു തീരുമാനം എടുത്തോണം. സ്നാനപ്പെടാത്തൊരെണ്ണം പോകാൻ പറ്റുകയില്ല. അറിയില്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം, യേശുവിനോട് ചേരാനാ. സ്നാനപ്പെട്ടില്ലേ സ്വർഗത്തിൽ പോകുകയല്ല. കാഹളം മുഴങ്ങുമ്പം സ്നാനപ്പെടാത്തതല്ല ഇവിടെ കിടക്കും. ഇനി അധിക ദിവസമില്ല, നമ്മൾ വേഗം പോകാൻ പോകുക. കാരണം കാലചക്രം അതിൻ്റെ അവസാനത്തോടെടുത്തി. പത്രവാർത്തകൾ വായിക്കുമ്പോൾ കാഹളനാദം മുഴങ്ങാൻ ഇനി അധിക ദിവസങ്ങളില്ല. ഇന്ന് കേൾക്കുന്ന വാർത്തകളെല്ലാം കൃത്യമായി നിറവേർപ്പെടുമ്പോൾ വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുന്ന ആത്മീകൻ അറിയാം, നമ്മളിനിയും പെട്ടെന്ന് പോകാൻ പോകുകയാണ്. മിഡിൽ ഈസ്റ്റ് പുകഞ്ഞു തുടങ്ങി. ഓർക്കണം, മിഡിൽ ഈസ്റ്റ് പുകയുമ്പോൾ ഈ പുകച്ചിൽ ഒരു ആളിക്കത്തലിലേക്ക് എത്തുന്ന സമയത്ത് കാഹളം മുഴങ്ങും. ഇനിയും മിഡിൽ ഈസ്റ്റിൻ്റെ പുകച്ചിൽ തീരില്ല. ഓർക്കണം, വലിയ അപകടത്തിലേക്ക് ലോകം മുഴുവൻ നീങ്ങുമ്പോൾ ദൈവസഭ തല ഉയർത്തിപ്പിടിച്ചോണം. കാഹളം മുഴങ്ങും ഏതു നിമിഷവും. നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ അവസാന ജനറേഷനാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, യൗവനക്കാർ ഭൗതികതയുടെ നേട്ടത്തിൽ കുടുങ്ങരുത്. നമ്മുടെ വീടോട് അടുത്ത് കഴിഞ്ഞു. താമസമിനെ നമ്മൾ വീട്ടിലേക്ക് ചേക്കേറും. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ സ്നാനത്തിലേക്ക് നയിക്കപ്പെടണം. അത് ആത്മനിറവിലേക്ക് നയിക്കപ്പെടണം. ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുൻപ് സഭ ഇവിടുന്ന് എടുക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം, ഇപ്പോഴേ അധർമ്മത്തിൻ്റെ മർമ്മമുണ്ട്. അവിടെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രതിമ പലയിടത്ത് സ്ഥാപിച്ചു, ആരാധന തുടങ്ങി. അപ്പോൾ ഓർക്കണം, ഇപ്പോഴേ മർമ്മം വ്യാപരിക്കുക. അപ്പോൾ ഇനി അവൻ വന്നാൽ മതി. എൻ്റെ ചോദ്യം, ഈ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ആവേശം,
ഈ പിന്മാറ്റക്കാർക്കൊക്കെ പേടി കാണും. ഈ ദൈവകൃപയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ആവേശം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നാൽ മതിയെന്ന്. കാര്യം പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ചോദിക്കുക, പിശാചെ നീ എന്താടാ വരാത്തത്? ഈ പിശാച് പറയുന്ന വിഷമത്തോടെ ആൻറ്റിക്രൈസ്റ്റ് പറഞ്ഞ മറുപടി, ഉപദേശി ഞാൻ റെഡിയാ, ഡ്രസ്സൊക്കെ ചെയ്ത് ഞാൻ നിൽക്കാമെന്നോട് എത്ര ദിവസമായെന്നറിയാമോ? എൻ്റെ വഴി ഇയാൾ കയറ്റിവിടുന്നില്ല, എൻ്റെ വഴി കയറി ഇയാൾ നിന്ന് തടയുക. ഈ തടുക്കുന്നവൻ തടഞ്ഞിട്ട് എന്നോട് പറയുന്നത് എന്താണെന്നറിയാമോ? എടാ, എനിക്ക് വേണ്ടപ്പെട്ട കുറേ എണ്ണം ഈ ഭൂമിയിലുണ്ട്, അവരെ കാക്കാൻ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നാ വിട്ടത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാക്കണമെന്ന്. ആ നിയോഗത്തോടാണ് ഞാൻ വന്നത്. അവരെ കൊണ്ട് ഞാൻ പോകാതെ നിന്നെ ഈ ഭൂമിയിലോട്ട് ഞാൻ കയറ്റത്തില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ നിയോഗം പിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ നിത്യതയിലെത്തിക്കാൻ. ഓ ഹഷ്തൽബരഗനഗടഗല, ഇന്ന് രാത്രി ആ വെളിപ്പാടിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചുടരഗടകൽ ഖനാരബനയാന്തര ശാരബ ലഗാർഥാരബ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് തടുക്കുന്നവൻ ആന്റി ക്രൈസ്റ്റിന്റെ വഴി ബ്ലോക്ക് ചെയ്യുക. ഞാനിനി ഒന്ന് പറഞ്ഞോട്ടെ. ഈ പിശാച് തീയേയും കാറ്റിനെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വഴി ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന തടുക്കുന്നവൻ്റെ അതോറിറ്റി എത്ര വലുതാ, മനസ്സിലാകുന്നുണ്ടോ? ഏറ്റവും വലിയ പിശാചായ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വഴിയെ തടയണമെങ്കിൽ പുള്ളിയുടെ അധികാരം എത്ര വലുതാ. രണ്ട്, എങ്കിൽ പുള്ളിയുടെ ശക്തി എത്ര വലുതായിരിക്കും. ആന്റി ക്രൈസ്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പ്രാപ്തനായവനെ നീ കാറ്റും മഴയും തീയുമാക്കി ഒതുക്കിയതാ ഗതികേട്. ഇത് പിശാചിൻ്റെ ഒരു കുതന്ത്രമാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ടത്, പിശാചിനെ തടയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയുടെ അളവ് എത്ര വലുതാണെന്ന് അറിഞ്ഞ്, എൻ്റെ ചോദ്യം, ഈ തടുക്കുന്നവൻ നിന്റെ കൂടെ വീട്ടിലുണ്ടെങ്കിൽ, ഈ തടുക്കുന്നവനുമായി നീ ഒരു 2 മണിക്കൂറിൻ്റെ ബന്ധമല്ലേ കാത്തു സൂക്ഷിച്ചത്? അതിനപ്പുറത്ത് ഇന്ന് രാത്രി ആരാധന കഴിയുമ്പോൾ ഈ തടുക്കുന്നവൻ്റെ കയ്യെ തൂങ്ങി വേണം വീട്ടിലോട്ട് പോകാൻ. ഈ തടുക്കുന്നവൻ്റെ കൂടെ വേണം സഭാഹോളി ശുശ്രൂഷിക്കാൻ. ഈ തടുക്കുന്നവൻ്റെ കൂടെ വേണം. തടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അധികാരം ഈ രാത്രി കൈമാറുക. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാർത്ഥിച്ചു കരഞ്ഞു. ഇന്ന് രാത്രി ദൈവാത്മാവ് നിറയ്ക്കാൻ പോകുക. വിട്ടുകൊടുക്ക്. നിന്റെ ബുദ്ധിയെ വിട്ടുകൊടുക്ക്, നിന്റെ ശരീരം വിട്ടുകൊടുക്ക്. അധികാരമുള്ളവൻ സർവശക്തനായ പരിശുദ്ധാത്മാവിന് നിന്നെ വിട്ടുകൊടുക്ക്. നാവുകളുടെ കെട്ടുകൾ അഴിയട്ടെ, നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മനസ്സിൽ കിടക്കുന്ന സംശയങ്ങൾ പൊട്ടട്ടെ. ഓ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാത്രി ആളത്വത്തോടെ ഇറങ്ങട്ടെ. ഓ റബ രഗ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഈ രാത്രി സംഭവിക്കട്ടെ. ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ സംഭവിക്കട്ടെ. ചിലതിന്റെ റൂട്ടുകൾ തിരിയട്ടെ, കാഴ്ചപ്പാടുകൾ റീപ്ലേസ് ചെയ്യട്ടെ. ഓ ഈ മീറ്റിംഗ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുക. ഈ രാത്രി പരിശുദ്ധാത്മാവ് മീറ്റിംഗ് നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ന് രാത്രി നിന്നെ വിട്ടുകൊടുത്തു. ഈ രാത്രി നിന്റെ ബുദ്ധി വിട്ടുകൊടുക്ക്. ആത്മാവിൽ ബന്ധിക്കപ്പെടുന്ന ആത്മാവിൽ ബന്ധിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടട്ടെ.
ഓ റിബി ശതരാധര വൈശൽക്കാരയാന്തേരി. ഇന്ന് രാത്രിയിൽ എത്ര പേർ പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ 3 മേഖലകൾ നാം മനസ്സിലാക്കി ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ സന്ദേശത്തിൻ്റെ അകത്തുക ഒരു പ്രസംഗമായി മാത്രം ഇത് ഉൾക്കൊള്ളാതെ നിങ്ങളുടെ ആത്മീയ ലൈഫിൽ ഇതൊരു വെളിപ്പാടായി സൂക്ഷിക്കണേ. ഇത് ഇന്ന് രാത്രി കൊണ്ട് നിങ്ങൾ മറന്നു കളയരുതേ. ഈ രാത്രി തുടങ്ങണം നിങ്ങളുടെ ലൈഫിൽ. ഈ രാത്രി മുതൽ നിങ്ങളുടെ ആത്മീയതയിൽ ഇതൊരു തുടക്കമാകണം. കാരണം ഇതുവരെ നമ്മൾ പോയതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടട്ടെ. 24 മണിക്കൂറും ആത്മാവ് നടത്തട്ടെ. അപ്പോസ്തലൻ പൗലോസിനെ ആത്മാവ് ബന്ധിച്ചെങ്കിൽ അഭിഷിക്തന്മാരെ നാമും പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെടട്ടെ. ചരിത്രം നമ്മിലൂടെ തിരുത്തപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയെങ്കിൽ ഫിലിപ്പോസിന് 100% പരിശുദ്ധാത്മാവിന് കിട്ടിയെങ്കിൽ നമ്മൾ പല റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ബുദ്ധി മാത്രം കിട്ടിയിട്ടില്ല. ചിലരുടെ കൈ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു ചുവടൂടെ അടുത്തിട്ട് പരിശുദ്ധാത്മാവെ എന്നെ തരിക. എല്ലാ കണ്ണും അടച്ച് പ്രാർത്ഥിക്കാമോ? പ്രായമൊന്നും അതിന് തടസ്സമല്ല കേട്ടോ. മനസ്സാ വലുത്. പ്രായം തടസ്സമല്ല, മനസ്സാ വലുത്. നിന്നെ സൃഷ്ടിച്ചവന് നിന്നെ കൊടുക്കുന്നതിനോളം വരില്ല കേട്ടോ. ഇതുവരെ ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ പ്രാർത്ഥിച്ചോണേ. നിങ്ങളുടെ കുറവുകൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അങ്ങയുമായൊരു എൻകൗണ്ടറിൻ്റെ ലൈഫിൽ നടക്കുന്നതിന് തടസ്സം എന്താണ് പച്ച? എന്നോട് ക്ഷമിക്കണേ. ഹോളി സ്പിരിറ്റ്. കരയാൻ തോന്നുന്നെങ്കിൽ കരഞ്ഞോണേ. പ്രാർത്ഥിക്കാൻ തോന്നുന്നെങ്കിൽ പ്രാർത്ഥിച്ചോണേ. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു സ്പിരിച്വൽ എൻകൗണ്ടർ വിത്ത് ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. ഇതിൻ്റെ നടുവിൽ ചിലരുടെ ഉള്ളം പിടയ്ക്കുന്നത് ആത്മാവ് കാണുന്നു. നിങ്ങളുടെ കരത്തെ പരിശുദ്ധാത്മാവ് പിടിക്കാൻ പോകുകയാണ്. ഇന്ന് മുതൽ നിൻ്റെ ബുദ്ധിയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പോകുകയാണ്. ഏതിലേ പോകണമെന്ന് അവൻ നിന്നോട് പറയും. ഏത് തീരുമാനമെടുക്കണമെന്ന് അവൻ നിന്നോട് പറയും. പലപ്പോഴും ആ നടത്തിപ്പിൻ്റെ സുഖം നാം അറിയാതെ പോയെങ്കിൽ ഇന്ന് രാത്രിയിൽ കേവലം ഒരു ആരാധന കൊണ്ട് തീരുന്നൊരിടപെടലല്ലിത്. നിത്യത വരെയുള്ള യാത്രയാണ്. ഇന്ന് രാത്രി ഈ യാത്രയിൽ പരിശുദ്ധാത്മാവേ എൻ്റെ കൂടങ്ങ് വേണം. ഇന്ന് രാത്രി എനിക്ക് അങ്ങയെ വേണം. എനിക്ക് അങ്ങയുടെ കൂടൊന്ന് സഞ്ചരിക്കണം. ഇന്ന് രാത്രി ഒരു പിതാവിനെ പോലെ എൻ്റെ കൂടൊന്ന് വരണം. ഒരപ്പൻ്റെ കരം പിടിച്ച് ആ അണിവരിൽ തൂങ്ങി ഒരു കൊച്ചു കുഞ്ഞ് യാത്ര ചെയ്യുന്ന പോലെ നിത്യതയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവേ അങ്ങില്ലാതെ എനിക്ക് പറ്റത്തില്ല. അങ്ങയുടെ സാമീപ്യമില്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഓ ഷറാലാഖേനി. ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ചലിക്കുന്നുണ്ട്. ചിലർ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പോകുകയാണ്. ചിലരുടെ ബുദ്ധിയെ ദൈവാത്മാവ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചിലരുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ഇനി പാപത്തിന് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിശാചിന് നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. ഇനി ലോകത്തിന് നിന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൽ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ ഇന്ന് രാത്രി സംഭവിക്കുന്നുണ്ട്. ഇതുവരെ ലോകവും പാപവും പിശാചും ഒക്കെ നിന്നെ വശീകരിച്ചെങ്കിൽ ഇനി നിന്റെ ബ്രെയിൻ പ്രോപ്പർലി വർക്കാകത്തില്ല. പൗലോസ് പറയുന്ന പോലെ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു. എൻ്റെ ബുദ്ധി പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ്. ഇന്ന് രാത്രി അങ്ങനൊരു കൂട്ടം ഈ ആലയത്തിൽ പുറത്തു വരട്ടെ. ഈ തലമുറയിൽ അങ്ങനൊരു കൂട്ടത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പുറത്തെടുക്കുക. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ ഈ അന്ത്യ കാലഘട്ടത്തിൽ ഒരു കൂട്ടം പുറത്തു വരാൻ പോകുകയാ. ഏറ്റെടുത്തോ, വിട്ടുകൊടുത്തോ. യെസ്, Rokolo Sharababa
ശംദാരകൽ ഖനാദി. ഈ തലമുറകളുടെ മേൽ അഭിഷേകം വിട്ടുകൊടുത്തോ. നാവിന്റെ കെട്ടുകൾ പോട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച വെളിപ്പെടുന്നു. അടുത്ത തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവാത്മാവ് തൊടുക. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആത്മാവിൽ പൊരുതിക്കോ. ഈ രാത്രി ആത്മാവിനാൽ സ്തോത്രം. എല്ലാവർക്കും ദയവായി അവരുടെ സ്ഥാനങ്ങളിലിരിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രികാലം കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി ആഴമേറിയ വെളിപ്പാടുകൾ പ്രിയ ദേവദാസിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നു. അതിനു മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാമോ? പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊരു ജയജീവിതം നയിക്കാൻ സാധിക്കില്ല എന്ന് ഇന്നത് വളരെ വ്യക്തമായി പ്രിയ ദേവദാസിലൂടെ നമ്മെ ഓർപ്പിച്ചല്ലോ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടത് ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബുദ്ധി, നമ്മുടെ അവയവങ്ങളെല്ലാം പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാമോ? നമ്മുടെ പരിമിതികളെ മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നമ്മുടെ അയോഗ്യതകളെ മാറ്റുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദുഷ്ടന്റെ കയ്യിൽ പെടാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമെന്നൊരു താല്പര്യവും വാഞ്ചയും നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പൂർണ്ണമായും നമ്മെ തന്നെ സമർപ്പിക്കാമോ? നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകലും രാത്രിയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച പാസ്റ്റർ അനീഷ് കൊല്ലം പ്രിയ ദേവദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസിൻ്റെ കുടുംബത്തെ, ശുശ്രൂഷയും സഭയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവ് വളരെ ശക്തിയോടെ എടുത്തുപയോഗിക്കട്ടെ. നാം തുറന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ സ്നാനമുണ്ട്. സ്നാനപ്പെടുന്ന പ്രിയപ്പെട്ടവർ കൃത്യം 9 മണിക്ക് തന്നെ ദൈവസഭയിൽ വന്നു ചേരേണ്ടതാണ്. തുടർന്ന് ക്ലാസ്സുകളും തുടർന്ന് സ്നാന ശുശ്രൂഷയൊക്കെ ഉണ്ടായിരിക്കും. അതിന് ഒരുങ്ങി കൃത്യം 9 മണിക്ക് തന്നെ കടന്നു വരേണ്ടതാണ്. നാം വീണ്ടും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥന കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. നാളെയുള്ള ശുശ്രൂഷ നമുക്ക് ഓർക്കാം. സ്നാന ശുശ്രൂഷ അനുഗ്രഹിക്കണം. കർത്തൃമേശ, തിരുമേശ ഒക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമ്മുടെ മടക്കയാത്ര എല്ലാം കർത്താവ് കൃപയും സാന്നിധ്യം കൂടിയിരിക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ TM കോശി പ്രിയ ദേവദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട പാസ്റ്റർ MA വർഗീസ് പ്രിയ ദേവദാസൻ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിത രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം.
ഉപവാസ പ്രാർത്ഥനയുടെ ഈ അവസാന രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞങ്ങി ആരാധിപ്പാൻ, മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ ഇന്ന് രാത്രികാലവും അവിടെ ഞങ്ങളെ സഹായിച്ച സ്നേഹത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഓരോ രാത്രികളിലും പകലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹമാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ആത്മാവിൻ്റെ നടത്തിപ്പുകൾ അവിടുന്ന് ഓരോ ദിവസവും തന്നതിനാൽ സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം കർത്താവേ. അവിടുന്ന് പകർന്ന ശ്രേഷ്ഠമായ വചനങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൻ്റെ എല്ലാ വിടുതലിനും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രിയും പകലും അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യയിൽ അയച്ച് ഹല്ലേലൂയ വചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ നടത്തിയല്ലോ കർത്താവേ. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി ഇന്ന് രാത്രിയിൽ ദൈവം ഞങ്ങളോട് സംസാരിച്ചു കർത്താവേ. വാസ്തവമായിട്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളെ നടത്തുന്ന ഒരുവൻ, ഞങ്ങളെ പിടിക്കുന്ന ഒരുവൻ, ഞങ്ങളുടെ കരം പിടിക്കുന്നവൻ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ പൂർണ്ണമായി വഹിക്കുന്നവൻ, ഞങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നവൻ അങ്ങ് മാത്രമാണ്. ഹല്ലേലൂയ അങ്ങയുടെ ശക്തി എത്ര വലുത് എന്ന്, ഹല്ലേലൂയ അങ്ങയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, അങ്ങെന്ന വ്യക്തിയെക്കുറിച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ വ്യക്തമായോട് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇന്ന് ഞങ്ങൾ അനുഭവിച്ച ആത്മീയ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ. സഭയിലെ കുടുംബങ്ങളിൽ കടന്നു പോകുന്ന ഇടത്ത് ദൈവദാസന്മാരിൽ എല്ലാം ഇത് ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. അത്ഭുതങ്ങൾ ദൈവം ഈ നാളുകളിൽ ചെയ്യണമേ. അവിടുത്തെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കണം. എല്ലാവരെയും അവിടുന്ന് കരങ്ങളിൽ വഹിക്കണമേ കർത്താവേ. ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ആത്മസാന്നിധ്യത്തിനായി ശക്തിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പൗലോസിനെ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ യെരുശലേമിലേക്ക് നടത്തിയതുപോലെ മുൻപിൽ വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യയിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ ബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്നാനത്തിന് തീരുമാനമെടുത്തവരെ ദൈവം സഹായിക്കണം. സഭയൊന്നടങ്കം സഭകളെല്ലാം കർത്താവ് ഈ ദിവസങ്ങൾ ഉണർത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഉപവാസം കാരണമാക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും രാത്രിയിലും അടികളുടെ മധ്യ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ പിന്നെയും അനേക സഭകളുടെ ഉണർവിന് വേണ്ടി, ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കണം. ഈ സഭയിലെ വിലപ്പെട്ട ദൈവദാസന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ദീർഘ ഉപവാസങ്ങളായിരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സമാധാനത്തോടെ ഇന്ന് രാത്രി ഞങ്ങളെ പറഞ്ഞയക്കണം. തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നാഥ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് തരുന്നു. സകലതും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും ദൈവവചനം ആധികാരികമായി ശുശ്രൂഷിച്ച കർത്താവെ അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ശ്രദ്ധിക്കൂ, നാളെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഉപവാസത്തിൻ്റെ അവസാനത്തെ പകലാണ്. ഇന്ന് അവസാനത്തെ രാത്രിയുമാണ്. നാളെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നാളെ പകലും മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സമാധാനത്തോടെ പിരിഞ്ഞു പോകുക.